ഓട്ടം തുള്ളലിലൂടെ ലഹരിക്കെതിരെ പോരാടി ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ജയരാജ് വി ആണ് ആക്ഷേപഹാസ്യ കലയിലൂടെ ജനങ്ങൾക്ക് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിയത്. കുറുമറ്റം ശ്രീ കോട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭപൂര മഹോത്സവത്തിലായിരുന്നു ജയരാജിന്റെ ലഹരിക്കെതിരെയുള്ള ഈ പ്രകടനം. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി രാജൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോട്ടയം ഗുരുനാരായണ സേവാ നികേതനിലെ പ്രീതിലാൽ ശിവഗിരി മഠം ട്രസ്റ്റ് അംഗം സ്വാമി പ്രബോധ തീർത്ഥ, യുവകവിയും അധ്യാപകനുമായ സുമേഷ് കൃഷ്ണൻ എന്നിവരാണ് ആധ്യാത്മിക വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തിയത്. തുടർന്ന് കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ജയരാജ് വി ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. ആക്ഷേപഹാസ്യ കലാരൂപമായ ഓട്ടൻതുള്ളലിലൂടെ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ജനങ്ങൾക്ക് പ്രയോജനദായകമായി. പോകാൻ പേടിയാണ്, എങ്ങനെയെങ്കിലും ജോലി കിട്ടിപ്പോയില്ല, അതൊന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി പെൻഷനായാൽ മതിയെന്നും കൊണ്ടിരിക്കുന്ന അധ്യാപകരെ എല്ലാ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നേ. ഈ തൃപ്പൂണിത്തുറ റേഞ്ചിൽ 38 സ്കൂളുകളിൽ ഞങ്ങൾക്ക് വിമുക്തിയുടെ ക്ലബ്ബുകളുണ്ട്. എല്ലാ സ്കൂളിലും ഞാൻ പോകുന്നതാണ്, അധ്യാപകരായിട്ട് സംസാരിക്കുന്നതാണ്. ഇനി എൻ്റെ അഭിപ്രായം ഒന്നും പറയണ്ട, എൻ്റെ അനുഭവം പറയണ്ട. നിങ്ങൾ ഓരോ ദിവസവും യൂട്യൂബൊക്കെ ഇടുന്ന് നോക്കിയാൽ മതിയെന്നേ. മക്കൾ കാണിച്ചു കൂട്ടുന്ന പരിപാടിയൊക്കെ അവിടെ കാണണം. ഓരോ സ്കൂളിൽ എങ്ങോട്ടാണ് മക്കൾ പോകുന്നത്? ആരാ തിരുത്തേണ്ടത്? നമ്മുടെ മക്കളുടെ കുഴപ്പക്കാരനായ ആരാ കാര്യം? നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്ന ആരാണ്? അവന്റെ കൂട്ടുകാരൻ അല്ലേ? ആണോ? കൂട്ടുകാരാണോ മക്കളെ വഴിതെറ്റിക്കുന്നത്? കൂട്ടുകാരല്ല വഴിതെറ്റിക്കുന്നത്, മക്കളെ വഴിതെറ്റിക്കുന്ന നമ്മൾ തന്നെയാണെന്നേ. ഇപ്പോഴത്തെ പിള്ളേർ ശരിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഇതിന് മുമ്പത്തെ പിള്ളേരായ നമ്മൾ തന്നെ, ഒരു തർക്കവും വേണ്ടെന്നേ. ക്ഷേത്രം മേൽശാന്തി രാജൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് പത്മനാഭൻ, മനോജ് CP, ബിജു KV, ദിവാകരൻ PR, ശ്രീകാന്ത് KR, ബൈജു AP, സതീഷ് EP, കുഞ്ഞുമോൻ VK എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 300-ലധികം ഡിഷസുകളാണ് സോൾട്ട് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. അതിൽ നാടൻ മുതൽ ചൈനീസ്, അറബിക്, മലായി, സ്പാനിഷ്, ഇതെല്ലാം നിങ്ങൾക്ക് കൊച്ചിക്കായലിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരുന്ന് കഴിക്കാം.